വയനാട് പനമരത്ത് ഭീതി പരത്തിയ കടുവ കാട് കയറി. പാതിരിയമ്പം വനഭാഗത്തേക്കാണ് കടുവ പോയത്. നിയന്ത്രണങ്ങൾ തുടരേണ്ട സാഹചര്യമില്ല എന്നും വനമേഖലയിൽ നിരീക്ഷണം തുടരുമെന്നും DFO പറഞ്ഞു. പടിക്കംവയൽ, ചീക്കല്ലൂർ, പുളിക്കൽ ഭാഗങ്ങളിൽ കണ്ട കടുവയെ തിരിച്ച് കാട് കയറ്റി എന്നുള്ളൊരു വിവരം ഇവരെ അറിയിക്കുകയാണ്. ഈ കടുവയുടെ ഐഡന്റിറ്റി വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി 112 എന്നുള്ളതായിരുന്നു. അവിടെ ഇപ്പോൾ ക്യാമറ ട്രാപ്പുകൾ വെച്ച് നിരീക്ഷണം നടത്തുന്നതാണ്. കൂടാതെ പാട്രോളിംഗ് നടത്തുന്നതാണ്. ഈ പ്രദേശങ്ങളിലും ഒരു ബേസ് ടീമിനെ ഇട്ട് പാട്രോളിംഗ് തുടരുന്നതാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും ഇല്ല. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് വാസൻ ചേരുന്നു. രതീഷ്, വലിയ ആശ്വാസമായിട്ടുണ്ടാകുമല്ലോ നാട്ടുകാർക്ക്. സ്വാഭാവികമായിട്ടും അവിടെ കുറേ ദിവസമായിട്ട് വലിയ നിരീക്ഷണവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. നിരോധനാജ്ഞയായിരുന്നു, പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോൾ പക്ഷേ അത് കാട് കയറിയിരിക്കുന്നു. തിരിച്ചു വരികയില്ല എന്ന ഉറപ്പ് കൂടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ടല്ലോ അല്ലേ? സനീഷ്, തീർച്ചയായും 3 ദിവസമായി കണിയാമ്പറ്റ പനമരം പഞ്ചായത്തുകളുടെ അതിർത്തിയിലായ ഈ പ്രദേശങ്ങളിൽ പച്ചിലക്കാട്, ചീക്കല്ലൂർ ഭാഗങ്ങളിൽ വലിയ ആശങ്കയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ പ്രാദേശിക അവധി ഉൾപ്പെടെ ഉണ്ടായിരുന്നു, നിരോധനാജ്ഞ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വലിയ ആശങ്കയിലും അങ്കലാപ്പിലുമായിരുന്നു പ്രദേശവാസികൾ. തുടർന്ന് വനംവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശവും കൃത്യമായ നടപടികളും ഉണ്ടായി. ആദ്യം പടിക്കാംവയലിൽ കണ്ടെത്തിയ കടുവ പിന്നീട് ചീക്കല്ലൂർ പുളിക്കൽ വയലിലാണ് കണ്ടെത്തിയത്. അതിനുശേഷം ഇന്നലെ രാത്രി കാണാതായ കടുവയെ പഗ്മാർക്ക് തെരഞ്ഞ് ഇന്ന് RRT ടീം ആണ് പാതിരിയമ്മ ഭാഗത്തേക്ക്, വനഭാഗത്തേക്ക്, റിസർവ് വനത്തിലേക്ക് കടുവ കയറിപ്പോയതായി ഉറപ്പിച്ചത്. ഏതായാലും വലിയ ആശങ്കകൾക്ക്, 3 ദിവസം നീണ്ടുനിന്ന ആശങ്കകൾക്ക് അവസാനം കുറിക്കുകയാണ്. കാരണം കരുത്തരായ കടുവയായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത കടുവയായിരുന്നു. അത് ജനവാസ പ്രദേശത്ത് നിൽക്കുന്നത് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വനംവകുപ്പും ഏറെ ജാഗ്രതയിലായിരുന്നു. എന്തായാലും ഇപ്പോൾ പാതിരിയമ്മ ഭാഗത്തെ റിസർവ് വനത്തിലേക്ക് കടുവ കയറിപ്പോയതായി പൂർണ്ണമായും ഉറപ്പിച്ചു. എന്നാലും പട്രോളിംഗും നിലവിലുള്ള വനംവകുപ്പിന്റെ ജാഗ്രതയും തുടരും. ആശങ്ക